അവനെ പുന്നാരിക്കാൻ വേണ്ടിയാണ് അവനിങ്ങനെ നമ്മളെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കണത്. അവന് ഫുഡൊക്കെ കൊടുക്കാൻ പറയണേണ്. ഇലയോ പുല്ലൊക്കെ കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇവരെയൊക്കെ പുന്നാരിച്ച് ഞങ്ങളിങ്ങനെ നടക്കും. ആ പേരക്കുട്ടികൾ അവർക്കൊക്കെ ഇതുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അവരെല്ലാവരും എൻ്റെ കൂടെ വരും. ഇവരെയൊക്കെ പുന്നാരിച്ച് ഞങ്ങളിങ്ങനെ നടക്കും. പോട്ടേടാ ഒട്ടക അറ്റത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മളുടെ കൂടെ അതിങ്ങനെ നടന്ന് അറ്റം വരെ വരും. വാച്ചു ഒട്ടക വാടാ വാ. നമ്മൾ വിളിച്ചാൽ അപ്പം തന്നെ വരും. നമ്മളിവിടെ നടക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കും, മറ്റം വരെ വന്നോളും. ഇത് രാമായണത്തിലെ സീതാദേവീനെ രാവണൻ കട്ടുകൊണ്ടുപോയ സമയത്ത് സീതാദേവി അശോകവനിയിൽ ശിപ്ശിബ മരത്തിൻ്റെ ചുവട്ടിലാണ് ഇരുന്നത്. ആ ശിപ്ശിബ മരം ഇപ്പം എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ വളർത്തുന്നുണ്ട്. ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ വന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇരിക്കാം. ആ ഉണ്ട്. കുറേ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ആക്കിയതാണ്. ചേട്ടൻ ഹിമാലയ യാത്രയൊക്കെ പോണ ആളാണ്. അപ്പോൾ അവിടെ നിന്ന് കാണുന്നതെല്ലാം ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് നട്ടിട്ട് പോകും. പിന്നെ നമ്മളതിനെ പരിചരിക്കും. അങ്ങനെയൊക്കെയാണ്. എവിടെ പോയാലും കൊണ്ടുവരും ഒരു ചെടിയോ ഒരു മരമൊക്കെ. മുള ഒരുപാട് വർഷമായതാണ്. ഒരു 20 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. കുളത്തിലേക്ക് ഇറങ്ങി വന്നാൽ അതിനകത്ത് കുറേ മീനുകളുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ കളർ മത്സ്യങ്ങൾ, പിലോപ്പി ഉണ്ട്, കരിമീനുണ്ട്. അതൊക്കെ നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കാം. പിന്നെ കളർ മത്സ്യങ്ങളുണ്ട്, അരോണ ഉണ്ട്. ആ ഫുഡ് കൊടുക്കാനാണ് വിളിക്കണേ. ആ അത് പാത്ത, അത് ഫ്ലൈയിങ് ഡക്ക്. എല്ലാവരും നമ്മളായിട്ട് കൂട്ടാണ്. ഫ്രണ്ട്ലിയാണ്. ഫുഡാണ് ചോദിക്കണേ. നോ ടെൻഷനാണ്, നോ ടെൻഷൻ. ഇവരെല്ലാം പുറകെ നമ്മൾ നടന്നാൽ നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. ആരോഗ്യം. രാവിലെ തുടങ്ങി നമ്മൾ ഓരോന്നിൻ്റെ ഇങ്ങനെ പുറകെ നടന്ന് ഇവരെയൊക്കെ പരിചരിച്ച് നടക്കണതാണ്. മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പ്രാവാണ്. അതിനെന്തോ പേരുണ്ട്, പേരെനിക്കറിയില്ല. വേറെ അതേ ഒരു പൂപ്പി എന്നാണ് ഇവൻ്റെ പേര്. രാത്രി ഞങ്ങൾക്ക് കൂട്ടിനിങ്ങനെ കുറച്ച് നടക്കും. പൂപ്പി താമര നമ്മൾ വാങ്ങിയിട്ട് നട്ടതാണ്. ഈ പിള്ളേർ ഇങ്ങനെ നോക്കി താമര വിൽക്കണ സ്ഥലത്തു നിന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിയതാണ്.